ആ അടിയുടെ പാടുകൾ മായ്ച്ചു കളയാനാവില്ല. കരയില്ലേ ചേച്ചി, നമുക്ക് പുരുഷനേക്കാൾ ഒട്ടും കണ്ണീര് കൂടുതലില്ല. ചേച്ചി ഒന്ന് ആലോചിച്ചു നോക്ക്. ബോബി ഇത്രമാത്രം എനിക്കെതിരെ തിരിയാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഭാരതത്തിനാകെ മാതൃകയായ കുടുംബശ്രീ എന്ന പ്രസ്ഥാനത്തിലെ സാധാരണക്കാരായ സ്ത്രീകളോടൊപ്പം ഞാൻ പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. സമൂഹത്തിന് ഗുണമുണ്ടാകുന്ന, ഒറ്റപ്പെട്ടുപോയ ഒരുപാട് സ്ത്രീകൾക്ക് ഉപകാരപ്രദമാകുന്ന ചില പദ്ധതികൾ ഞാൻ ആവിഷ്കരിച്ചു. അത് ബോബിക്ക് ഇഷ്ടപ്പെട്ടില്ലത്രേ. അച്ചാറ് കച്ചവടവും ചെറിയ തുകയ്ക്ക് ഭക്ഷണം നൽകുന്ന ഹോട്ടലും എല്ലാം ചീപ്പാണത്രേ. ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഒരുങ്ങി ചായയുമായി ഞാൻ കാത്തു നിൽക്കണമത്രേ. കുടിക്കാൻ സ്വന്തമായിട്ടൊരു ചായ ഉണ്ടെങ്കിൽ എന്താ കുഴപ്പം? ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിരിയുന്നതാണ് നല്ലത്. മറ്റൊരു സ്റ്റെല്ലയാവാൻ എന്നെ കിട്ടില്ല. നാരികൾ നാരികൾ ലോകവിഭക്തിന്റെ നാരായ വേരുകൾ, നാരകീയാഗ്നികൾ, അങ്കുശമില്ലാത്ത ചാബല്യമേ മണ്ണിൽ അങ്കന എന്നു വിളിക്കുന്നു നിന്നെ ഞാൻ. നാരികൾ നാരികൾ ലോകവിഭക്തിന്റെ നാരായ വേരുകൾ, നാരകീയാഗ്നികൾ, അങ്കുശമില്ലാത്ത ചാബല്യമേ മണ്ണിൽ അങ്കന എന്നു വിളിക്കുന്നു നിന്നെ ഞാൻ. നാരികൾ നാരികൾ ലോകവിഭക്തിന്റെ നാരായ വേരുകൾ, നാരകീയാഗ്നികൾ, അങ്കുശമില്ലാത്ത ചാവല്യമേ മണ്ണിലങ്കന എന്നു വിളിക്കുന്നു നിന്നെ ഞാൻ. Shut up. Go away. Get lost. ഭൂതകാലത്തിൻ തടവറയ്ക്കുള്ളിലെ കണ്ണുനീർ തുള്ളികളല്ല സ്ത്രീകൾ. ഭൂതകാലത്തിൻ തടവറയ്ക്കുള്ളിലെ കണ്ണുനീർ തുള്ളികളല്ല സ്ത്രീകൾ. അറുതേ നുകർന്ന് വലിച്ചെറിഞ്ഞിടുവാൻ സ്ത്രീകൾ അന്ന ശരീരമല്ല. നറുതേ നുകർന്ന് വലിച്ചെറിഞ്ഞിടുവാൻ സ്ത്രീകൾ അന്ന ശരീരമല്ല. കുത്തക്ക തിക്കുത്തക്കത്ത തിങ്കിന്നതും കയ്യ കയ്യ കൈ കൈ താം കയ്യ കയ്യ കൈ കൈ താം കയ്യ കയ്യ കൈ കൈ താം. ഇതെന്താ മോളെ ചിലങ്കയൊക്കെ? ഞാൻ സ്കൂളിലും കോളേജിലും കലാതിലകമായിരുന്നില്ലേ അമ്മേ? കലാതിലകമോ? അതെന്താ അമ്മ ചിരിച്ചു പറഞ്ഞത്? ഞാൻ തമാശ പറഞ്ഞതല്ല. ഭരതനാട്യം, കുച്ചിപ്പുടി, നാടോടി നൃത്തം, ഇതിന് മൂന്നും ഫേമസ് അധ്യാപകരെ വെച്ചാ എൻ്റെ അച്ഛനും അമ്മയും എന്നെ പഠിപ്പിച്ചത്. ഈ പാട്ടും കൂത്തുമൊക്കെ നമ്മളെ പോലുള്ള തറവാട്ടുകാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല. കഴിഞ്ഞ ദിവസം ക്ലബിൽ ചീഫ് ഗസ്റ്റായി ഡാൻസർ കുമാരി പത്മ വന്നപ്പോ അമ്മ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. കല ദൈവിക ദാനമാണ്, അത് അങ്ങനെയൊന്നും ആർക്ക് കിട്ടുന്നതല്ല എന്നൊക്കെ തട്ടിവിടുന്നത് കേട്ടു. അതു പിന്നെ പൊതു അഭിപ്രായ പ്രകാരമല്ലേ അവരെ വിളിച്ചത്? പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റൂ. കഴിഞ്ഞ ദിവസം മോളുടെ ഡാൻസ് പ്രോഗ്രാമിന് പോയപ്പോൾ ഒരു ചാനലുകാരൻ എന്നെ തിരിച്ചറിഞ്ഞു. 3 വട്ടം കലാതിലകം വാങ്ങിയ സുജാത മേഡം അല്ലേ എന്ന് ചോദിച്ചപ്പോ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. പിന്നെ മേഡത്തെ ഒരു വേദിയിലും കണ്ടില്ലല്ലോ എന്നയാൾ ചോദിച്ചപ്പോഴാ ആർക്ക് വേണ്ടിയാ, എന്തിനു വേണ്ടിയാ എന്റെ കഴിവുകളെ വേണ്ടെന്ന് വെച്ചത് എന്ന് ആലോചിച്ചത്. എനിക്കും എന്റെ മോനും, അതായത് നിന്റെ ഹസ്ബൻഡിനും ഇതൊന്നും ഇഷ്ടമല്ല. അപ്പൊ കൊച്ചുമോളെ പഠിപ്പിച്ചതോ? എന്റെ മകന്റെ കുഞ്ഞ് ഒന്നിനും പുറകിലാകാൻ പാടില്ല. അതുകൊണ്ട് മാത്രം എന്റെ അച്ഛനും അമ്മയും ഇങ്ങനെ തന്നെയാണ് കരുതിയത്. അതുകൊണ്ട് ഞാൻ വീണ്ടും നൃത്തം ചെയ്യാൻ തീരുമാനിച്ചു. അതൊന്നും ഇവിടെ പറ്റില്ല. അതൊക്കെ ഈ മതിൽക്കെട്ടിന് പുറത്ത്. തന്റെ കരിയറിന്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുമ്പോൾ ഒരു ചലച്ചിത്ര നടി തന്റെ കുടുംബത്തിന് വേണ്ടി എല്ലാം ഒറ്റയടിക്ക് സ്റ്റോപ്പ് ചെയ്തു. ഒരു മകൾക്ക് ജന്മം നൽകി. തീയും വെള്ളവും തെറ്റും ശരിയും തിരിച്ചറിയാൻ പ്രായമാകുന്നതുവരെ അവളെ
എന്നിട്ടവർ ചോദിച്ചു, എനിക്ക് എൻ്റെതായ ഒരു സ്പേസ് വേണം. തൻ്റെ കഴിവുകൾ തുരുമ്പെടുത്ത് പോകാതിരിക്കാൻ മാത്രം ഇടയ്ക്കൊരു ഡാൻസ് പെർഫോമൻസ്. പക്ഷേ അയാൾ സമ്മതിച്ചില്ല. അതുകൊണ്ട് അവർ പോയി ആ മതിൽക്കെട്ടിന് പുറത്തേക്ക്. എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടേണ്ട റെസ്പെക്ട് എനിക്ക് കിട്ടുക തന്നെ വേണം. ഞാനൊരു സ്ത്രീയാണ്. സ്വന്തം അഭിപ്രായങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമുള്ള സ്ത്രീ. സർവം സഹയല്ല ചവിട്ടിത്താഴ്ത്താൻ. പജന്യദേവന്മാർ കാപഠ്യധാരികൾ പുഞ്ചിരിപ്പൂവുമായി നിന്നരിലണയവേ ഇരയായി കുരുങ്ങി നീ ശാപശിലയായി വച്ച മോക്ഷമേകാനൊരു രാമനില്ല. മോക്ഷമേകാനിവിടെ രാമനില്ല. ഞാൻ സ്ത്രീ, പുതിയ കാലത്തെ സ്ത്രീ. അബലയല്ലാത്ത ചപലയല്ലാത്ത കരുത്തുള്ള സ്ത്രീ. പെണ്ണ് പെണ്ണായാൽ മതി, ആണാകേണ്ടത് ചിലർ. ഏത് മേഖലയിലാണ് സ്ത്രീ പുരുഷനേക്കാൾ പുറകിലായത്? സുഹറയും സുജാതയും സോഫിയും പ്രതീക